പ്രൈസ് the Lord. കർത്താവിന്റെ ക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രൈസ് the Lord. ലീഡ് ചെയ്യുന്ന പ്രിയ ആന്റി, ഗാന ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസൻ കുടുംബം എല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. നമുക്ക് വീണ്ടും ദൈവവചനം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് തന്ന ഈ ഭാഗ്യ പദവിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങളാണല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ശ്രദ്ധിക്കാനിടയായത്. അവിടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യുവീൻ. അപ്പോൾ ആ ശോധന ചെയ്യുവീൻ എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അതിന് ശോധന എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ മെഷറിംഗ് സ്റ്റിക്ക് അല്ലെങ്കിൽ യാർഡ് സ്റ്റിക്ക് എന്താണെന്ന് യോഹന്നാൻ തന്നെ അവിടെ പറയുക. 2-ാമത്തെ വാക്യം, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്ന് ഉള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിൽ ഉണ്ട്. അപ്പൊ യോഹന്നാൻ തന്നെ ഇതെങ്ങനെയാണ് ശോധന ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അത് ജീസസിന്റെ ലൈഫ്, ജീസസിന്റെ മിനിസ്ട്രി, അവിടെയാണ് നമ്മൾ ധ്യാനം കൊണ്ടുവന്നത്. അപ്പം വ്യാജാത്മാവും അല്ലെങ്കിൽ വഞ്ചനയുടെ ആത്മാവും സത്യത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയേണ്ടതിന് ജീസസിന്റെ ലൈഫും ജീസസിന്റെ ശുശ്രൂഷയാണ് നാം മാതൃകയായി എടുക്കേണ്ടത്. ആ ജീസസിന്റെ ലൈഫും മിനിസ്ട്രിയിൽ കൂടെയാണ് എല്ലാ ശുശ്രൂഷകന്മാരെയും പ്രവചനത്തെയും പാട്ടിനെയും പ്രസംഗത്തെയും എല്ലാം നാം വിവേചിക്കേണ്ടത്. ഇത് നമുക്കൊരു ഓപ്ഷനായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് ആ വാക്യം, 1-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ശോധന ചെയ്യുവീൻ. ഇതൊരു കമാൻഡാണ്, ഇംപെറേറ്റീവാണ്, ഇതൊരു കൽപ്പനയായിട്ട് പറയുകയാണ്. അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചത്, ശോധന ചെയ്യുന്നത് കൊണ്ട് ദൈവസ്നേഹം ഇല്ല എന്നുള്ളതും നമ്മൾ ധരിക്കരുത്. ദൈവസ്നേഹം ഉള്ളത് കൊണ്ടാണ് ശോധന ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. കാരണം ആ 2 വലിയ ബ്ലോക്കിൽ ദൈവസ്നേഹത്തെ കുറിച്ച് പറഞ്ഞതിന്റെ ഇടയ്ക്കാണ് ശോധന ചെയ്യാൻ വേണ്ടി ഇവിടെ യോഹന്നാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ജീസസ് ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ഈ സ്വീകരിക്കുക അല്ലെങ്കിൽ കൺഫെഷൻ എന്നുള്ള വേർഡ് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത്രയ്ക്ക് നമുക്ക് മനസ്സിലാകത്തില്ലെങ്കിലും പൗലോസിന്റെ യോഹന്നാന്റെ കാലഘട്ടത്തിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ കൺഫെഷൻ എന്നൊക്കെയുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ പ്രാണനെ, ജീവനെ തന്നെ കൊടുക്കേണ്ട ഒരു അനുഭവം തന്നെ. അതായത് ഒരാളെ പിടിച്ച് അയാളോട് ചോദിക്കുക, യേശു കർത്താവാണ് എന്ന് നീ സ്വീകരിക്കുന്നുണ്ടോ? അപ്പൊ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, രക്ഷപ്പെട്ടു വെക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്വീകരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തീ ഒന്ന് കൊല്ലുക. അപ്പം ആ കാലഘട്ടത്തിൽ സ്വീകരിക്കുക എന്നുള്ള വേർഡ് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ സ്വീകരിക്കുക എന്നൊരു വളരെ വ്യത്യസ്തമാണ്. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ കൊടുക്കണം. അതായത് അവര് വിശ്വസിക്കുന്ന കാര്യത്തിന് വേണ്ടി അവരുടെ പ്രാണനെ തന്നെ വിലയായി, മറുവിലയായി കൊടുക്കേണ്ട അനുഭവമാണ്. ഇറ്റ് ഈസ് എ സാക്രിഫിഷ്യൽ തിങ്. അല്ലാതെ ചുമ്മാ വെറുതെ വായം കൊണ്ടേറ്റ് പറഞ്ഞ യേശു ജഡത്തിൽ വന്നു, അങ്ങനല്ല. അത് ഞാൻ ഒരിക്കൽ അത് ഏറ്റുപറയുകയും അത് വായം കൊണ്ട് ഞാൻ ഏറ്റുപറയുക, അപ്പോൾ തന്നെ അതെന്റെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക. അതെന്റെ നടപ്പിൽ, എന്റെ ക്രിസ്തീയ ഓട്ടത്തിൽ, നടപ്പിൽ അത് ക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ള കാര്യം അതെന്റെ നടപ്പിൽ കാണണം. അതായത് 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 1 John chapter 2 verse 6, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നത് പോലെ നടക്കേണ്ടതാകും. അപ്പൊ യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നു എന്ന് സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരാള് അവൻ നടന്നതുപോലെ നടക്കണം. അത് ശുശ്രൂഷയായാലും
അത് ജീവിതമായാൽ. അപ്പൊ കൺഫെഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരിക്കൽ സ്നാനപ്പെടുന്ന സമയത്ത് പാസ്റ്റർ ചോദിച്ചപ്പോൾ നമ്മൾ ഏറ്റു ആ ഒരു കാര്യം പറഞ്ഞു, അത് അവിടെ വിട്ടു. അല്ല, അങ്ങനല്ല. നാം രക്ഷിക്കപ്പെടുന്ന സമയത്ത് ജീസസിനെ വിശ്വസിച്ചു, നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നമ്മൾ വിശ്വസിച്ചു. എന്നാൽ അതിന് കഴിഞ്ഞ ശേഷം എന്താ? അവൻ നടന്നതുപോലെ നടക്കുക. അപ്പൊ ഇവിടെ ഈ വഞ്ചനാത്മാവ് അല്ലെങ്കിൽ വ്യാജ ആത്മാവ് ഉള്ള വ്യക്തികൾ, ശുശ്രൂഷകന്മാർ, അവര് ചിലപ്പോൾ പ്രിൻസിപ്പിളി പറഞ്ഞിരിക്കാം യേശു ജഡത്തിൽ വന്നെന്നൊക്കെ പറയും, യേശു ക്രൂശിൽ മരിച്ചെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ നോക്കേണ്ടത് അവരുടെ ജീവിത ശൈലിയും അവരുടെ ശുശ്രൂഷ മാതൃകയും ജീസസുമായിട്ട് ഒക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്, നമ്മൾ യൂസ് ചെയ്യുന്ന മെഷറിംഗ് സ്റ്റിക്ക് തന്നെ തെറ്റാണ്. നമ്മൾ പലപ്പോഴും നോക്കുന്നത് വലിയ സ്റ്റേഡിയം, ഒത്തിരി ആൾക്കാര്, പ്രഗത്ഭനായിരിക്കുന്ന പ്രീച്ചർ, അങ്ങനെയൊക്കെ നോക്കും നമ്മൾ. അപ്പൊ അവിടെ ദൈവ സാന്നിധ്യം അല്ലേ? അതുകൊണ്ടില്ലേ ഇത്ര ആൾക്കാർ വരുന്നത്? അപ്പൊ അവിടെ ഒരു ദൈവപ്രവൃത്തി ഇല്ലേ ബ്രദറെ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു മെഷറിംഗ് സ്റ്റിക്കാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത്. ജീസസ് ആണ്, ജീസസിന്റെ ലൈഫും ജീസസിന്റെ മിനിസ്ട്രിയാണ് നമ്മൾ ഇവിടെ ചെന്ന് നമ്മൾ ശോധന ചെയ്യേണ്ടത്. ഈ പ്രാരംഭത്തിൽ ആന്റി പറഞ്ഞതുപോലെ ചാൾസ് പർജന്റെ ഒരു കൊട്ടേഷൻ നമ്മൾ അവിടെ പറയാനിടയായി അല്ലെ? ശരിയും തെറ്റും വിവേചിക്കുന്നതല്ല, ശരിയും ഏകദേശ ശരിയും. ഈ ഏകദേശ ശരിയും ശരി പോലൊക്കെ ഇരിക്കും, അതുകൊണ്ടാണ് വിവേചിക്കാൻ പറ്റാത്തത്. അപ്പൊ ഏകദേശ ശരിയല്ല നമുക്ക് വേണ്ടത്, ശരി റൈറ്റ് ആയിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി വിവേചിച്ച് പോവുക. അപ്പൊ അതിന് വേണ്ടി ദൈവത്തിന്റെ കൃപയെ നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്, ജീസസിന്റെ മിനിസ്ട്രിയിൽ ദൈവവചന ശുശ്രൂഷ എന്നുള്ളത് അതൊരു ഓപ്ഷൻ അല്ലായിരുന്നു, അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്നാണ് നമ്മൾ 4 സുവിശേഷങ്ങളിൽ കണ്ടത്. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഇവിടെ എല്ലാം ജീസസ് ഉപദേശിച്ചു, യേശു പ്രസംഗിച്ചു. യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം തന്നെ ഇനി വാ വിടുതൽ തരാമെന്നല്ല, മാനസാന്തരപ്പെടാനാ പറഞ്ഞു. യേശുവിൻ ആദ്യത്തെ പ്രസംഗം അല്ലെ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടണം. അപ്പൊ ജീസസ് പ്രസംഗിച്ചു, ജീസസ് ഉപദേശിച്ചു. തന്റെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കണ്ടത്, തന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ 61 അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അവസാനിച്ചത് അങ്ങനെ 24-ാം അധ്യായത്തിൽ തിരുവെഴുത്തുകളെ മുഴുവനുമായി വ്യാഖ്യാനിച്ച് ശിഷ്യന്മാരുടെ കണ്ണുകളെ തുറന്നു മാത്രമല്ല, അന്നുണ്ടായിരുന്ന ആ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു. എന്തിനാ? തിരുവെഴുത്തുകളെ മനസ്സിലാക്കാൻ. എന്നിട്ടാ പറഞ്ഞത്, യെരൂശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം, ധരിക്കുവോളം യെരൂശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം. എപ്പോഴാ പറഞ്ഞത്? തിരുവെഴുത്തുകളെ ഗ്രഹിക്കാൻ വേണ്ടി, ജീസസ് എന്തിനാ വന്നേ എന്ന് ഗ്രഹിക്കാൻ വേണ്ടി അവരുടെ ബുദ്ധിയെ തുറന്നിട്ട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് കാര്യം ഈ പഴയ നിയമത്തിൽ എന്താണ് എന്നെ കുറിച്ച് എഴുതിയെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായത് കൊണ്ട് ചെന്ന് സുവിശേഷ വേലയ്ക്ക് പോകരുത്. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾക്ക് ലഭിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഈ വചനം, നിങ്ങൾ മനസ്സിലാക്കി ഈ വചനം എടുത്ത് നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കും. അപ്പം ജീസസ് വചന ശുശ്രൂഷയ്ക്ക് കൊടുത്ത പ്രാധാന്യം കണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ വളരെ ബഹുമാനിച്ചിരുന്ന, ഞാൻ അങ്ങനെ ഇപ്പൊ പറയുന്നുണ്ട്, കാരണം അങ്ങനാണ്, വളരെ പ്രഗത്ഭനായിരിക്കുന്ന നമ്മുടെ ഇടയിൽ മിക്ക എല്ലാ കൺവെൻഷനിലും ഉള്ള ഒരു ദേവദാസൻ പറഞ്ഞ ഒരു കാര്യം എന്നെ വളരെ വേദനിപ്പിച്ചു. പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മ വന്നത് ബൈബിൾ സ്റ്റഡി എടുത്തുകൊണ്ടല്ലെന്ന്. പ്രിയരെ, പത്രോസ് പ്രസംഗിച്ചത് പിന്നെ എന്തുവാ? താൻ പ്രസംഗിച്ച പ്രസംഗത്തിൽ 50% കൂടുതലും പഴയ നിയമത്തിന്റെ കൊട്ടേഷൻ എടുത്തിട്ടാണ് താൻ സുവിശേഷം പ്രസംഗിച്ചത്. ആ പ്രസംഗം കേട്ടതുകൊണ്ടല്ലേ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട്, സഹോദരന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ ആത്മാവ് വന്ന സഭയിൽ പ്രസംഗം ഉണ്ടായിരുന്നു. അതിനുശേഷം 42-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ ഉറ്റിരുന്നു. ഞാൻ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന്റെ കാരണം, എനിക്കത് വിഷയമല്ല ആവർത്തിക്കുന്നതിൽ, കാരണം അങ്ങനെയാണ് ഈ കാലത്തിന്റെ പോക്ക്. ദൈവവചനത്തോട് വളരെ നിസ്സംഗ മനോഭാവവും ഒരു വലിയ അറ്റാക്ക് ദൈവത്തിന്റെ വചനത്തോടുണ്ട്.
ദൈവവചനം ശുശ്രൂഷിക്കുന്നവരോടുണ്ട്. പലരും പുതിയ നിയമത്തിലെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ പശ്ചാത്തലം മനസ്സിലാക്കുന്ന വാക്യങ്ങളൊക്കെ മുറിച്ചിട്ട് പല കാര്യങ്ങളൊക്കെ പറയുന്നത് ദ ലെറ്റർ കിൽസ് ബട്ട് സ്പിരിറ്റ് ഗിവ്സ് ലൈഫ്. ആത്മാവ് ജീവൻ നൽകുന്നു, വചനം കൊല്ലുന്നു. അപ്പൊ എന്തോ വേണ്ടത്? വചനമല്ല വേണ്ടത്, ആത്മാവിന്റെ പ്രവൃത്തിയാ വേണ്ടത്. എന്താ ഈ പറഞ്ഞു ഉദ്ദേശിക്കുന്നത്? ദൈവരാജ്യം ദൈവത്തിന്റെ വചനത്തിലല്ല, പിന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല. അതുകൊണ്ട് വചന ശുശ്രൂഷ വേണ്ട, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വലിയ വലിയ പുൽപ്പറ്റുകളിലൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നാം. ജീസസിന്റെ മിനിസ്ട്രിയുമായിട്ട് ഒന്ന് തട്ടി നോക്കണം. ഇത് ജീസസിന്റെ മിനിസ്ട്രി ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ജീസസ് ഒരിക്കലും ദൈവത്തിന്റെ വചനത്തെ ഡൗൺ പ്ലേ ചെയ്തില്ല, അല്ലേ? യെശയ്യാ പ്രവാചകന്റെ ചുരുള് കർത്താവിന്റെ പള്ളിയിലെ ആ അറ്റൻഡർ കൊടുത്തപ്പം, ഞാൻ ഇന്ന് വചനത്തിന് ശുശ്രൂഷിക്കുന്നില്ല, ഇന്ന് ആത്മാവിന്റെ ശുശ്രൂഷയാ, അങ്ങ് മടക്കി വെക്ക് എന്നാണ് കർത്താവ് പറഞ്ഞു. ഇല്ല, ആത്മനിറവുള്ള ആത്മാവിന്റെ ശക്തിയാൽ പള്ളിയിൽ വന്ന കർത്താവ് വചനത്തെ തുറന്ന് അതിനെ വ്യാഖ്യാനിക്കുക അത്ര ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഈ സെഷൻസ് അങ്ങ് നീണ്ടുപോകും. ഞാൻ ദൈവവചന ശുശ്രൂഷ ഒരു ഭാഗം കഴിഞ്ഞ ആഴ്ച നമ്മൾ തീർത്തു. ഇന്ന് നമ്മുടെ ഈ സാഹചര്യങ്ങളിൽ കണ്ടുവരുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതാണ് പൊസഷൻസ്, സമ്പത്ത്. ജീസസ് എങ്ങനെയായിരുന്നു തന്റെ മിനിസ്ട്രിയിൽ സമ്പത്തിനോടുള്ള ബന്ധത്തിലും സാമ്പത്തികമായി ഉന്നേറ്റം ഉള്ളവരോട് കർത്താവ് എങ്ങനെയാണ് അവരെ സമീപിച്ചെന്നുള്ള കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകത്തുള്ളൂ, അതിനെ വിശദീകരിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വിഷയമായി. നമ്മുടെ വിഷയത്തിൽ നമ്മൾ നിൽക്കുക, ജീസസിന്റെ മിനിസ്ട്രി, ജീസസിന്റെ ലൈഫ്, ഇതാണ് യാഡ് സ്റ്റിക്ക്. എല്ലാ പാസ്റ്റർമാരെയും ഇങ്ങനെയാണ് ശോധനയുണ്ട്. എല്ലാ ശുശ്രൂഷകളും ഈ യാഡ് സ്റ്റിക്കിൽ കൂടെയാണ് ശോധനയുണ്ട്. അപ്പൊ സമ്പത്ത്, ഞാൻ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, when did we heard about money last time in a sermon? സമ്പത്തിനെ കുറിച്ച്, പൈസയെ കുറിച്ച് ഏറ്റവും അവസാനം കേട്ട ശുശ്രൂഷ ഓർമ്മയുണ്ടോ? മെസ്സേജ് പറയണ്ട, ചിന്തിച്ചാൽ മതി. പൈസ വേണമെന്ന് പറയുന്നതല്ല ഞാൻ ചോദിക്കുന്നത്, പൈസ വേണമെന്നല്ല, അതല്ല. എന്താണ് വാട്ട് ഇസ് മണി, വാട്ട് ഇസ് ദ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്, ധനത്തിന്റെ വഞ്ചന എന്താണ് എന്ന് വിശദീകരിച്ച് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അവസാനം കേട്ട എപ്പോഴായിരുന്നു? അപ്പോൾ അത് ഒരു വശം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 19 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം, 5 തൊട്ട് 7 വരെയുള്ള അധ്യായങ്ങൾ പർവ്വത പ്രസംഗമാണ്. പർവ്വത പ്രസംഗം എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിൽ കടന്നു വന്ന ഒരു ദൈവ പൈതൽ അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യൻ എങ്ങനെ ദൈവരാജ്യത്തിൽ ജീവിക്കണമെന്ന് ഈ രാജ്യത്തിന്റെ രാജാവ് തന്നെ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ദൈവരാജ്യത്തിൽ വന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 6-ന്റെ 19 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങളിൽ സമ്പത്തിനെ കുറിച്ച്, പൊസഷനെ കുറിച്ച് ജീസസ് അവിടെ പറയുക. എന്നിട്ട് നിങ്ങളെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കും 24-ാമത്തെ വാക്യമാണ്. ആരും ആ കാലത്ത് പ്രസംഗിക്കാൻ ധൈര്യപ്പെടാത്തൊരു വിഷയം ജീസസ് പ്രസംഗിച്ചു. നോക്കിക്കേ, 24-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നത്. 24-ാമത്തെ വാക്യം വായിച്ചു. മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 24. 2 യജമാന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഇത് അന്നത്തെ ജനം കേട്ടപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു അറിയാമോ? 7:28. ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അപ്പൊ ഞാന് ഈ 6-ന്റെ 24 മാത്രം ഒന്ന് എടുത്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുക.
ഇതുവരെ അങ്ങനെ ആരും പ്രസംഗിക്കുന്ന ഇവര് കേട്ടിട്ടില്ല. പലരും വന്ന് പ്രസംഗിക്കുന്നത് പണം ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ദൈവം കൂടെ ഉണ്ടെന്നാ. പരീക്ഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ പ്രസംഗിച്ചു വെച്ചിതാ, പണക്കാരനാണോ അതിന്റെ അർത്ഥം ദൈവം അനുഗ്രഹിച്ചു എന്നാ. എന്നാൽ ഇവിടെ യേശു ആ കോണ്ടെക്സ്റ്റിന് വിപരീതമായിട്ട് കർത്താവ് പറയുകയാണ്, രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇപ്പൊ നമ്മൾ പറയാ, അല്ല അങ്ങനല്ല, അതൊക്കെ ഞാൻ ഉപവസിച്ചും പ്രാർത്ഥിച്ചൊക്കെ ഒപ്പിച്ചോണ്ട് പോകുന്നു പാസ്റ്ററെ, അങ്ങനൊക്കെ പറ്റും. യേശു അങ്ങനൊക്കെ പറയും, പക്ഷെ രണ്ടും ഒന്ന് കൊണ്ടുപോകാൻ പറ്റും. യേശു പറയാ പറ്റത്തില്ല, രണ്ട് യജമാനന്മാരെ സേവിക്കാൻ പറ്റത്തില്ല. എന്താ കാരണം? അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചും മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേരും മറ്റവനെ നിരസിക്കും. എന്നിട്ട് അടുത്ത് പറയുകയാണ്, ഈ യജമാന്മാരാരാ? ഈ യജമാനന്മാരാരാ? ഒന്ന്, ദൈവത്തെയും മാമോനെയും. ഇപ്പൊ ഈ മാമോൻ എന്നിവിടെ പറയുന്നത് പണം മാത്രമല്ല, അത് കംപ്ലീറ്റ് പൊസഷൻസ്. ഇവിടെ ഈ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്റ്റഫ്, മനസ്സിലായോ? സ്റ്റഫ് എന്ന് പറഞ്ഞാൽ അതിൽ ഉറക്കം വരും, അതിൽ നമ്മുടെ കംഫർട്ട് വരും, അതിൽ നമ്മുടെ പ്ലഷർ വരും, എല്ലാം വരും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മണി, സ്റ്റഫ്. നമ്മൾ കൂട്ടിവെക്കുന്ന നമുക്ക് ആഗ്രഹമുള്ള സകല കാര്യത്തെയുമാണ് ഇവിടെ മാമോൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ രണ്ട് യജമാനന്മാരുണ്ട്, ഒന്ന് ദൈവം, രണ്ട് മാമോൻ. ഈ രണ്ടിനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. മാമോനെ കെട്ടിപ്പിടിച്ച് നാം ഇരിക്കുന്നെങ്കിൽ നാം ദൈവത്തെ പകയ്ക്കുകയാണ്, ദൈവത്തെ നിരസിക്കുകയാണ് എന്നുള്ള സത്യം നമ്മൾ ഇന്ന് മനസ്സിലാക്കണം. ഇത് കേട്ടവർക്ക് അവർ വിസ്മയിച്ചു. വാട്ട് ഈസ് ദിസ് ടീച്ചിങ്? ഇത് ഭയങ്കര പവർഫുൾ ആണല്ലോ, ഇത് ഭയങ്കര അതോറിറ്റി ഉള്ള ടീച്ചിങ്. ഞങ്ങള് ഇതുവരെ കേട്ടത് കൂടുതൽ പണം വന്നാൽ ദൈവം കൂടെ ഉണ്ടെന്നാ. പണം കൂടിക്കഴിഞ്ഞാൽ, സമ്പത്ത് കൂടിയാൽ ഗോഡ് ഇസ് ബ്ലെസ്സിങ് യു എന്നാ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, രണ്ടുപേരെ സേവിക്കാൻ പറ്റത്തില്ല. പണത്തെയാ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തെ റിജക്റ്റ് ചെയ്തു, നിരസിച്ചു. ഇപ്പൊ ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവര് വിസ്മയിച്ചത്? വൈ ദേ വെർ അമേസ്ഡ്? എന്താ അതിന്റെ കാരണം? ഞാൻ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 38 തൊട്ടുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 38 മുതലുള്ള വാക്യങ്ങൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കണം. വായിച്ചാട്ടെ, അൺമ്യൂട്ട് ചെയ്ത്. മാർക്ക് ചാപ്റ്റർ 12 വേഴ്സ് 38. അവൻ തന്റെ ഉപദേശത്തിൽ അവരോട്, അങ്കികളോടുകൂടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്നനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു, അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും എന്ന് പറഞ്ഞു. അവിടെ ശ്രദ്ധിച്ചോ? അന്നത്തെ ആ കാലഘട്ടത്തിന്റെ കോണ്ടെക്സ്റ്റ് കണ്ടോ? രണ്ട് കാര്യം അവിടെ നടക്കുന്നു. ഒന്ന്, ഒരു തെറ്റിദ്ധാരണയുണ്ട്, സമ്പത്ത് വർദ്ധിക്കുന്നതിന്റെ അർത്ഥം ദൈവം കൂടെ ഉണ്ടെന്നാണ്. ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് സമ്പത്ത് ഇത്രയും ലഭിക്കുന്നത്, ഒരു തെറ്റിദ്ധാരണ. രണ്ട്, അവര് നോക്കുന്ന ലീഡേഴ്സ് എന്താ ചെയ്യുന്നത്? നോക്കിക്കേ, ഈ 40-ാമത്തെ വാക്യം, അവർ വിധവമാരുടെ വീടുകളെ, എന്തോടെ എഴുതിയിരിക്കുന്ന പദം? ഡിവോർ, വിഴുങ്ങുക. ഈ വിഴുങ്ങേന്റെ അർത്ഥം, വേർഡ് ഈറ്റ് അപ്പ്, ഈറ്റ് ടിൽ ഇറ്റ് ഇസ് ഫിനിഷ്ഡ്, തീരുന്നത് വരെ തിന്നും. അടുത്തത്, ഫെറോഷ്യസ്ലി കൺസ്യൂം ഓൾ ദ വേ ഡൗൺ എന്ന് പറഞ്ഞാൽ റിമൈൻസ് ഇല്ല. സ്തോത്രം. ധനവാൻ റൊട്ടിയൊക്കെ കഴിച്ചപ്പോൾ ടേബിളിന്റെ താഴെ കുറച്ച് കഷ്ണം വീണു, ഇത് കഷ്ണം പോലും കിട്ടത്തില്ല, വിഴുങ്ങുകയില്ല. ആരാ? പഠിപ്പിക്കുക. എന്നിട്ട് അടുത്ത് ചെയ്ത് നോക്കിക്കേ, എങ്ങനെ വിഴുകുന്നതെന്നറിയോ? ഉപായത്താലാ വിഴുകുന്നത്. എങ്ങനെ വിഴുകുന്നത്? ഉപായത്താൽ എന്ന് പറഞ്ഞാൽ നീണ്ട പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിക്കും. അമ്മാമ്മ അവിടുന്ന് അനുഗ്രഹിക്കണേ, ഇപ്പോൾ ഉള്ളതിനെ ഡബിൾ ആക്കി കൊടുക്കണേ എന്ന് നീണ്ടൊരു പ്രാർത്ഥനയും. പക്ഷെ ആ പ്രാർത്ഥനയെ കുറിച്ച് അവിടെ പറയുന്നത് ഉപായമാണ്. ഇറ്റ് ഈസ് പ്രിടെക്സ്റ്റ് എന്ന് പറഞ്ഞാല്, പ്രാർത്ഥന കേട്ടാൽ തോന്നും ഇതുപോലൊരു അഭിഷക്തൻ ഇല്ല,
പ്രാർത്ഥന വളരെ കറക്റ്റ് ആയിരിക്കും, പക്ഷെ അകത്ത് ഭയങ്കര വഞ്ചനയാണ്. ഇവൻ ഇത് പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മുടെ കയ്യിലുള്ളത് വിഴുങ്ങാന. ഇത് പലർക്കും മനസ്സിലായിട്ടില്ല, പലർക്കും ഇത് ഗ്രഹിച്ചിട്ടില്ല. ഇത് വിഴുങ്ങി എല്ലാം തീർന്നു കഴിയുമ്പോഴാ അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് മനസ്സിലാകും. അപ്പൊ നീണ്ട പ്രാർത്ഥിച്ച് ഡിസ്കൈസ് ചെയ്ത് ആ വ്യക്തിയുടെ ട്രൂ ഇന്റൻഷനെ മറച്ചു വെച്ചിട്ട് ഭാഗ്യമായിരിക്കുന്ന ഒരു പ്രാർത്ഥന, അത് നീണ്ട പ്രാർത്ഥന, പവർഫുൾ പ്രയർ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിധവ എന്ത് ചെയ്തറിയാമോ? കയ്യിലുള്ളതും കൊടുക്കും. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് 41 വാക്യമാണ്. ഇത് ഇതിനോട് ചേർന്നിരിക്കുന്ന വാക്യം കേട്ടോ. 41, 42. മാർക്ക് ചാപ്റ്റർ 12 verse 41 to 42. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. അത് നല്ല ധനവാന്മാർ കാര്യമാണോ? ഒരു മിനിറ്റ്, അത് നല്ല കാര്യമാണോ? ചർച്ചിൽ സ്തോത്രാഴ്ച ഇടുമ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അതെന്തോ മോശമുള്ള കാര്യമല്ലേ? ആ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. ആരെന്നറിയോ? ഈ വിഴുങ്ങിയവനെയും ഇടുന്നവരെയും. എനിക്ക് ഇതിനോട് ഇടയ്ക്കൊരു ദൂത പറയാനുള്ളത്, വിഴുങ്ങുന്ന ഒറ്റ ഒരാളെയും ദൈവം വെറുതെ വിടത്തില്ല. അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ വിഴുങ്ങുന്നത്, അവൻ പ്രാർത്ഥിക്കുന്ന നീണ്ട പ്രാർത്ഥന ആ പാവം വിധവയ്ക്ക് മനസ്സിലായി കാണത്തില്ല. എന്നാൽ നോക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ കൂടെ ഞാൻ പറയാം. ഇവിടെ നമുക്ക് എന്തോ അതിന് മറുപടി ഒന്നും നമുക്ക് കണ്ടെന്ന് വരത്തില്ല. ബട്ട് ഗോഡ് വിൽ ജഡ്ജ്. ഒരു ദിവസം കർത്താവ് അത് ചെയ്യും. ഓക്കെ, അപ്പൊ കർത്താവ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ധനവാന്മാർ പലരും വളരെ ഇട്ടു. അടുത്ത 42 വാക്യം വായിച്ചു. ദരിദ്രയായ വിധവ വന്നു, 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. എന്താ പറ്റി പൈസ ഇല്ലാത്ത ഈ വിധവയ്ക്ക്? കാരണം നേരത്തെ ഒരാൾ വന്ന് നീണ്ട് പ്രാർത്ഥിച്ചിട്ട് വിഴുങ്ങി. മനസ്സിലായോ? നമ്മൾ ഈ വാക്യം വായിക്കുന്ന എപ്പോഴെന്ന് പറയുമ്പോ സ്തോത്രച്ചയ്ക്ക് മുമ്പാ. വിധവ കൊടുത്തതുപോലെ നീ കൊടുത്താൽ നിന്റെ ദാരിദ്ര്യത്തെ മാറ്റും. പക്ഷെ ഈ സ്ത്രീ ദാരിദ്ര്യമായ കാരണമുണ്ട്, ഇങ്ങനെ വിഴുങ്ങി. സ്തോത്രം, സ്തോത്രം. ഈ വിധവ ഇടുന്നതും വിഴുങ്ങിയതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. സ്തോത്രം. ദരിദ്ര ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയാ 2 കാശിട്ടു. അടുത്ത 43. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. ഇല്ലായ്മ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. അപ്പൊ അന്നത്തുണ്ടായിരുന്ന എല്ലാ ലീഡേഴ്സിനെയും അല്ല, എന്നാൽ മിക്ക ലീഡേഴ്സും ദൈവർ മണി മൈൻഡഡ്. ശാസ്ത്രിമാരായിക്കോട്ടെ, വചനം പഠിപ്പിക്കുന്ന ആളായിക്കൊള്ളട്ടെ, പരീക്ഷനായിക്കൊള്ളട്ടെ, അല്ല മഹാപുരോഹിതനായിക്കൊള്ളട്ടെ, എന്താ ആലയത്തിൽ നടക്കുന്നത്? യേശു ഇത് പ്രസംഗിച്ച് മാത്രം പോവുക എല്ലാവരും ചെയ്തത്. കർത്താവ് ആലയത്തിൽ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ബിസിനസ്സാണ്. ഈ ബിസിനസിന്റെയൊക്കെ പൈസ കിട്ടുന്നത് മഹാപുരോഹിതനാ, ഓഫീസിലാണ് ചെല്ലുന്നത്. ഇത് പുള്ളി ഡയറക്റ്റ് വന്ന് ഈ മാർക്കറ്റിൽ ഒന്നൊന്നും വാങ്ങത്തൊന്നുമില്ല, വൈകുന്നേരം കൊടുക്കുന്നത് ഇതിന്റെ മിച്ചം, ഇതിന്റെ പ്രോഫിറ്റ്. ആ ഒരു കാരണം കൊണ്ട് മഹാപുരോഹിതന്റെ ആ ബിസിനസ്സിനെ കർത്താവ് അന്ന് അവിടെ വന്ന് പൊളിച്ചത് കൊണ്ട് ഭയങ്കര വൈരാഗ്യ കർത്താവിനോട്. കാരണം കർത്താവ് ചെയ്തത് അത് വലിയൊരു ജഡ്ജ്മെന്റ് ആണ്. എനിക്ക് ആ വാക്യത്തിൽ നിൽക്കാൻ സമയമില്ല. എന്നാലും മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 15 തൊട്ടുള്ള വാക്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാം, കാരണം അതൊരു വേറൊരു വിഷയമാണ്.
അതുകൊണ്ടാണ് ഞാൻ അതിനെ വിശദീകരിക്കാത്തത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 15 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാല് ആ 15-ാമത്തെ വാക്യത്തിൽ അവിടെ കാണുന്നത് "He turned the tables of money changers." എങ്ങനെ വന്നു ഈ ടേബിളും ഈ പൈസയൊക്കെ ഇവിടെ എങ്ങനെ വന്നു? അത് നല്ലൊരു കാര്യത്തിന് വേണ്ടി ആദ്യം തുടങ്ങിയതാ. ഈ മണി എക്സ്ചേഞ്ചുകാര്, അത് വെളിയിലത്തെ ഫോറിൻ മണി കൊണ്ടുവരുമ്പോൾ, കുഴപ്പമില്ല അച്ഛൻ്റെ ഫോറിൻ എക്സ്ചേഞ്ച്, ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ട് ഞങ്ങൾക്ക്. അന്നാസ് ഫോറിൻ എക്സ്ചേഞ്ച്, കയ്യഫാസ് ഫോറിൻ എക്സ്ചേഞ്ച്, ഹൈപ്രിസ്റ്റിന്റെ പേരുമുണ്ട്. അപ്പം ഈ പാവം ഫോറിൻ പൈസ കൊടുക്കുമ്പം ഇവര് ഇതിനകത്ത് അടയ്ക്കാനുള്ള ഷെക്കിലും കൊടുക്കും. അപ്പൊ പറയാം, അച്ഛാ ഒരു മിനിറ്റ്, ഇതിന്റെ ഒരു കമ്മീഷൻ ഉണ്ട്. ഏതാ? ചുമ്മാ അങ്ങനെ പൈസ തരാൻ പറ്റുന്നത്, ഞങ്ങൾ ഈ ഓഫീസൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇതിന്റെ കമ്മീഷൻ ഉണ്ട്. ഈ കമ്മീഷൻ ഇങ്ങതാ. ഈ ആരാധിക്കാൻ വരുന്നവന് അങ്ങ് ഭയങ്കര ഭാരമാണ്. ഈ കമ്മീഷൻ പോകുന്നത് മേളിലിരിക്കുന്ന ആ മനുഷ്യനാ. ഇതിനെയാണ് കർത്താവ് ഓവർടേൺ ചെയ്തു, എന്നിട്ട് ഇതിനെ വെളിക്കൊണ്ടുപോകും. ഈ 15 തൊട്ട് 18 വാക്യങ്ങൾ കിടക്കുന്നത് മർക്കോസ് വളരെ ബ്യൂട്ടിഫുള്ളി ആണ് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. നോക്കിക്കേ, 11-ന്റെ 12, 13, 14 വാക്യങ്ങൾ കർത്താവ് അത്തിയുടെ അടുക്കൽ ചെന്ന് വിശന്ന് ചെന്നപ്പോൾ അതിൽ ഫലം കാണാതിരുന്നപ്പോൾ അതിന് ശപിച്ച കാര്യം അല്ലേ? 12 തൊട്ട് 14 വരെ എന്റെ കൂടെ വരണേ. 12 തൊട്ട് 14 വരെ അത്തിയെ ശപിക്കുന്നു, ഒരു ബ്രേക്ക് കൊടുക്കുക. 15 തൊട്ട് 18 വരെ ആലയത്തിന്റെ അകത്ത് ചെന്ന് ശുദ്ധീകരിക്കുകയല്ല, ജഡ്ജ്മെന്റ് നടത്തുക, ന്യായവിധി നടത്തുക. 15 തൊട്ട് 18 വരെ. ഇനി 19 തൊട്ട് അല്ലെങ്കിൽ 20 തൊട്ട് താഴോട്ട് വരുമ്പോൾ ആ അത്തിയെ ശപിച്ച അതേ സ്റ്റോറി വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. നോക്കിക്കേ, 20 തൊട്ട് 23 വരെയുള്ള 26 വരെയുള്ള വാക്യങ്ങളെ പത്രോസ് പറയുകയാണ്, ഗുരു കഴിഞ്ഞ ദിവസം അങ്ങ് ശപിച്ച ആ അത്തി നോക്കിക്കേ, അത് മുഴുവനുമായി ഉണങ്ങിപ്പോയി. ലുക്ക്, ദ ഫിഗ് ട്രീ വിച്ച് യു കഴ്സ് ഹാസ് വിതർഡ്. എന്തുകൊണ്ടാ മർക്കോസ് ഇങ്ങനെ ഈ 2 അത്തിയുടെ കഥയുടെ ഇടയ്ക്ക് ആലയത്തെ കൊണ്ട് വെച്ചിരിക്കുന്നത് അറിയാമോ? ഈ അത്തിയെ ശപിച്ചതുപോലെ ഫലമില്ലാത്ത, കേവലം ഇലകളുള്ള, പേരുണ്ട്, കാര്യങ്ങൾ പറയാൻ ഭയങ്കര സംഭവങ്ങളുണ്ട്, പക്ഷെ ഫലമില്ലാത്ത ഈ ആലയത്തെ കർത്താവ് ശപിച്ചു. ഇനി ഇതിൽ ഫലം വരുത്തില്ല. ഒരു പുതിയ ആലയം കർത്താവ് പണിയാൻ പോകും. ആ ആലയം യേശുക്രിസ്തു എന്ന ആലയത്തിൽ, സഭ എന്ന ആലയത്തിൽ കൂടെ, ആ വഴിയിൽ കൂടെ ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുന്ന അനേകർ വരും. അപ്പം എന്താ ഫലമില്ലാതെ ആയി പോയത്? അതിലൊരു കാരണം, ഇത് ബിസിനസ് കേന്ദ്രമായി, മണി മൈൻഡഡായി, മാമോനെ സ്നേഹിക്കുന്നതായി. അപ്പൊ മാമോനെ സ്നേഹിക്കുമ്പോൾ പ്രിടെക്സ്റ്റിൽ വേണമെങ്കിൽ ദൈവത്തെ ആരാധിക്കുക, യാഗങ്ങളും പ്രാർത്ഥനകളും. ഇന്നത്തെ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവെൻഷൻ കഴിയും അടുത്ത കൺവെൻഷൻ, അതിന്റെ അടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ കൺവെൻഷൻ, പിന്നെ മാസയോഗം എന്ന് വേണ്ട എല്ലാം അതിന്റെ മുറയ്ക്ക് നടക്കുന്നുണ്ടെങ്കിലും എന്തില്ലെന്നറിയാമോ? മാമോനെ സ്നേഹിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദൈവത്തെ റിജക്റ്റ് ചെയ്തു, നിരസിച്ചു കളഞ്ഞു. നോട്ട് ഡിവോട്ടഡ് ടു ഗോഡ്. ഇതിൽ കൂടെ ഇനി നമ്മുടെ സാമ്രാജ്യം എങ്ങനെ വലുതാക്കാം? ദൈവം പറയുകയാണ്, ഇറ്റ് വിൽ വിതർ. ആ അത്തി മുഴുവനുമായി ഉണങ്ങിയതുപോലെ ഇതും ഉണങ്ങിപ്പോകും. ഇല്ലാത്ത ഒരു വൃക്ഷവും അത് നിലനിൽക്കുകയില്ല എന്ന് ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക. ഒന്ന് നോക്കിക്കേ, ഇതിന്റെ ആ ഗൗരവം നോക്കിക്കേ. മാമോനെ, ഈ ലോകത്തിലുള്ള മാമോനെ സ്നേഹിക്കാൻ, ആ മാമോനെ സേവിക്കാൻ വേണ്ടി ഒരു കൂട്ടർ ചെല്ലുമ്പോൾ അവർ എന്താണ് അവർക്ക് സംഭവിക്കുന്ന മറുവശം അറിയാതെ പോകുന്നു. അപ്പൊ ജീസസ് ഇത് കേവലം പ്രസംഗിച്ചങ്ങ് പോയല്ല, ജീസസ് അതിനെ വളരെ ഗൗരവമായി ആക്ഷനിൽ കൂടെ ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന്റെ ആലയത്തിൽ. സോ ഹി വാസ് വെരി സീരിയസ് അബൌട്ട് ദിസ്. ഇന്ന് പൈസ വിഴുങ്ങുന്ന ഒരു വ്യക്തികളെയും
God will not leave them alone. Jesus is very serious about this. ആ വിധവയെ ആ വിധവയെ ടാർഗറ്റ്, ഇങ്ങനെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇങ്ങനെയുള്ള ബലഹീന ആൾക്കാരെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. സ്തോത്രം. ആ ടാർഗറ്റ് ചെയ്ത വിധവയെ കർത്താവ് നോക്കി, ആ വിഴുങ്ങിയ വ്യക്തിയെ നോക്കി, ആ ആലയത്തിന്റെ അകത്ത് വന്ന് ബിസിനസ് ചെയ്യുന്നവരെയും കർത്താവ് നോക്കി. ആൻഡ് ഹി ഈസ് ഡൂയിങ് ആക്ഷൻസ്. മൗനമായിരിക്കുകയല്ല. ഇനി അടുത്തത്, അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്കൊരു ചിന്ത വരും, അപ്പം പാസ്റ്ററെ സപ്പോർട്ടൊന്നും വേണ്ടേ, പൈസ ഒന്നും വേണ്ടേ? അങ്ങനല്ല. ജീസസിന്റെ മിനിസ്ട്രിയിൽ സപ്പോർട്ട് ചെയ്ത് എത്ര സഹോദരിമാരുണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ there were many wealthy sisters who supported Jesus Christ in his ministry. കർത്താവിന്റെ വേലയ്ക്ക് സഹായിച്ച അനേക സഹോദരിമാരുണ്ടായിരുന്നു. അവർ വെൽത്തി ആയിരിക്കും സഹോദരിമാരുണ്ട്. കർത്താവ് അതെല്ലാം അക്സെപ്റ്റ് ചെയ്തു. പക്ഷേ മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പം ഇതേ കർത്താവിന് ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ല. അപ്പൊ ഈ സഹോദരിമാര് കൊടുത്ത പൈസ എന്ത്? അതാണ്, ദാറ്റ് ഇസ് എ തിങ്. ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നു. പത്രോസിനോട് പറഞ്ഞു, കടലിലേക്ക് നീ ചെന്നൊരു മീനെ പിടിക്കുക, ആദ്യം കിട്ടുന്ന മീന്റെ വാ തുറക്കുമ്പോൾ അവിടെ നിനക്കും എനിക്കും ടാക്സ് അടയ്ക്കാനുള്ളത് കിട്ടും. അപ്പൊ സഹോദരിമാര് തന്ന പൈസ എന്ത് ചെയ്യും? അപ്പൊ ജീസസ് എങ്ങനെയാണ് തന്റെ മിനിസ്ട്രിയിൽ പൈസ, മണി യൂസ് ചെയ്തെന്നുള്ള ഒരു വാക്യം നമ്മളൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 27 തൊട്ടുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. 27 തൊട്ടുള്ള വാക്യം. John chapter 13 verse 27 onwards. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്ന വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ ഇത് ഇന്നതിനെക്കുറിച്ച് പറഞ്ഞൊന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. പണസഞ്ചി യൂദയുടെ പക്കലാകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നുവെന്ന് ചിലർക്ക് തോന്നി. അപ്പൊ യേശുവിന്റെ കൂടെ നടന്നവർക്കില്ലേ യേശുവിനെ നല്ലപോലെ അറിയാമെന്ന്. ഇരിക്കുകയും കിടക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നത് ജീസസ് ഈ മണി കൊണ്ട് എന്താ ചെയ്യുന്ന അവർ കണ്ടപ്പോൾ 2 കാര്യം. 1, ആവശ്യത്തിന് വേണ്ടി എടുത്തു. 2, ദരിദ്രന്മാർക്ക് കൊടുത്തു. അതാ യേശുവിന്റെ ഈ ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലായിരുന്നു. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ശാസ്ത്രിമാര് നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പൈസ വിഴുങ്ങിയല്ലായിരുന്നു. ആർക്ക് വേണ്ടിയായി വിഴുങ്ങിയത്? സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം താല്പര്യത്തിന് വേണ്ടി, സ്വന്തം രാജ്യം പണിയാൻ വേണ്ടി. സ്തോത്രം. പാകിസ്ഥാനില് എന്റെ സഭയില് കുറെ പാകിസ്ഥാനി കുടുംബങ്ങൾ വരുന്നുണ്ട്. അവരെന്നോട് പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ, ഞങ്ങളുടെ പട്ടണത്തിൽ ഒരു വലിയ സഭ തുടങ്ങി, ഞങ്ങളുടെ മാതാപിതാക്കൾ ഇപ്പം പോകുന്നില്ല അവിടെ. ഞാൻ പറഞ്ഞു, എന്തു പറ്റി? കാരണം അവിടെ ഇപ്പം ഒരു നിയമം വന്നു, ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ആളുടെ പേര് ഗോൾഡിൽ എഴുതും, അതിന് താഴെ കൊടുക്കുന്നവർ വെള്ളിയിൽ എഴുതും. ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ കൊടുക്കാനില്ല, അവർക്ക് അങ്ങോട്ട് പോകാൻ ഒരു വിഷമം. ഞാൻ പറഞ്ഞു, പോകാതിരിക്കുന്ന, അത് ബിസിനസ് കേന്ദ്രമാണ്, സഭയല്ല. അപ്പൊ നമ്മളിപ്പോ ആശ്ചര്യപ്പെടും, യോ അങ്ങനെ പേരോ. നമ്മുടെ സഭകളിലും അങ്ങനെ ഇല്ലേ? കാശ് കൂടുതലുള്ളവർക്ക് കൂടുതൽ ബഹുമാനം. കാശ് കൂടുതലുള്ളവരോട് സത്യം തുറന്നു പറയാൻ പറ്റുന്നുണ്ടോ? അതും ഇല്ല. സ്തോത്രം. എന്റെ സഭയില് കാശുള്ള കുറച്ചു പേരുണ്ട്. പക്ഷെ ഞാൻ അവരുടെ കയ്യിൽ എന്നെ അടിമയായിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഏത് സമയം ധൈര്യമായിട്ട് അവരുടെ മുമ്പിൽ അവരോട് പ്രസംഗിക്കാം. ഇത് ഞാൻ പഠിച്ചത് കർത്താവിൽ നിന്നും, അത് പഠിച്ചത് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന ദൈവദാസന്മാരിൽ നിന്നാണ്. അവർ വളരെ ധൈര്യത്തോടെ, പൈസ കൊടുക്കുന്നവരുടെ അടിമയല്ല ദൈവദാസന്മാർ. സത്യം ഏത് മനുഷ്യനോടും പറയുവാൻ നമുക്ക് ധൈര്യം വരുന്നത്, ഐ ആം ഓൺലി സെർവന്റ് ഓഫ് മൈ ലോഡ്. ഞാൻ എൻ്റെ കർത്താവിന്റെ ദാസൻ മാത്രം, അല്ലാതെ പൈസ കൂടുതലുള്ള അച്ചായന്റെ അമ്മാമ്മയുടെ ദാസന്മാരല്ല. സ്തോത്രം. അപ്പൊ ഇവിടെ ഈ കാര്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ വളരെ ഗൗരവമായി ഇതെടുക്കണം. ജീസസ്
സപ്പോർട്ട് ചെയ്തു, ജീസസിന്റെ മിനിസ്ട്രിയിൽ ഫണ്ട് കൊടുത്തിരുന്നു. എന്നാൽ ജീസസ് സ്വന്തം കാര്യത്തിന് വേണ്ടി അത് യൂസ് ചെയ്യുകയല്ലായിരുന്നു ചെയ്തത്. പ്രത്യുത ജീസസിന്റെ മിനിസ്ട്രിയിൽ ആവശ്യമുള്ളത്, ഞാൻ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണ്, മിനിസ്ട്രിക്ക് ആവശ്യമുള്ളത് അപ്പോൾ തന്നെ ദരിദ്രർക്ക് കൊടുക്കുവാനുള്ളത് ജീസസ് അങ്ങനെയാണ് ചെയ്തത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജീസസിന്റെ മിനിസ്ട്രിയിലുള്ള ആ സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ ഒരു ധനാഢ്യനായിരിക്കുന്ന ഒരു യൗവനക്കാരൻ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് ചോദിച്ചു. കർത്താവ് അവനോട് 19-ാമത്തെ വാക്യം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത് എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇവൻ പറഞ്ഞത്, അവനോട് 20-ാമത്തെ വാക്യം, ഗുരു, ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. എന്നെ ചിന്തിപ്പിച്ചത് 21-ാമത്തെ വാക്യം. ആ 21-ാമത്തെ വാക്യം നോക്കിക്കേ. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഇത്രയും പണമുള്ള ഒരാള് ഇന്നത്തെ ഒരു മിനിസ്ട്രിയിൽ വന്നിട്ട് പറയും, നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും മറുപടി? ഞങ്ങളുടെ മിനിസ്ട്രിയിൽ നീ ഒന്ന് വിതച്ചാൽ നിനക്ക് ധാരാളമായി കിട്ടും. കാരണം എന്താണെന്നറിയാമോ? ഈ വരുന്ന വ്യക്തിയല്ല സ്നേഹിക്കുന്നത്, അവന്റെ പണത്തെയാ. എല്ലാ ദൈവമക്കളും ഇത് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു ശുശ്രൂഷകനോ ശുശ്രൂഷയോ നമ്മുടെ പണത്തിന്റെ പുറയിലാണെങ്കിൽ, ഇഫ് ദേ ആർ ആഫ്റ്റർ അവർ മണി, ഇറ്റ് ഈസ് 101% ഷുവർ ഇറ്റ് ഈസ് എ ഡിസെപ്ഷൻ. അത് വഞ്ചനയുടെ ആത്മാവാ. പണത്തിനാണ് നമ്മളെ വിളിക്കുകയും മുഖസ്തുതി പറയുകയും നമ്മളെ പൊക്കി പറയും, പോളിഷ് അടിക്കുകയും പിന്നെ നല്ല പ്രവചനമൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് കുപ്പിയിലാക്കിയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, ഇത് വിഴുങ്ങാനുള്ള പരിപാടിയാ, നീണ്ട പ്രാർത്ഥനയായത്. ശ്രദ്ധിക്കണം. ഇവിടെ ജീസസിന്റെ മനോഭാവം നോക്കിക്കേ. ഒരു പണക്കാരനെ കണ്ടപ്പോൾ അവന്റെ പണത്തെ അല്ല കർത്താവ് സ്നേഹിച്ചത്. ഏതെങ്കിലും ഒരു പണക്കാരൻ ചർച്ചിൽ വന്ന് നമ്മൾ മാക്സിമം നോക്കുന്നത് എങ്ങനെയും പോകാതിരിക്കാനല്ലേ. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇവിടെ ഷാർജയിൽ വലിയൊരു മഹായോഗം നടന്നു. ആ മഹായോഗത്തിൽ ഒരു ദിവസത്തെ പ്രാർത്ഥന വിഷയം എന്തറിയോ? ഞങ്ങൾക്ക് കൂടുതൽ ബിസിനസ്സുകാരെ തരണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ബിസിനസ്സുകാർ രക്ഷിക്കപ്പെടണമെന്ന് എന്റെ പ്രാർത്ഥന വരട്ടെ. പക്ഷെ എന്താ ഇതിന്റെ ഉദ്ദേശം? ബിസിനസ്സുകാർ രക്ഷിക്കപ്പെടാനാണോ? അല്ല, കയ്യിലുള്ള പണം. ജീസസ് അങ്ങനൊന്നും ചെയ്യത്തില്ല. പണക്കാരൻ വന്നു, പണക്കാരനെ നോക്കി കർത്താവ് സ്നേഹിച്ചു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചിട്ട് അടുത്ത വാക്ക് നോക്കിക്കേ. ഇത് ഒറ്റ ദേവദാസന്മാർ, എല്ലാരെ കുറിച്ചല്ല കേട്ടോ, എല്ലാവരെ കുറിച്ചല്ല. എന്നാൽ പലരും, ചിലര് നല്ല ദേവദാസന്മാരുണ്ട്, എന്നാൽ പലരും യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. ഒരു കുറവ് നിനക്കുണ്ട്. പണക്കാരനെ നോക്കിയിട്ട് പറയുക, അച്ഛൻ ഒരു കുറവുണ്ട്. ആ കുറവുണ്ടെന്ന് പറഞ്ഞാൽ ആ പുള്ളി നിൽക്കുവോ? നിൽക്കത്തില്ല. നമ്മൾ എങ്ങനെയും പുള്ളിയുടെ കുറവിനെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്ന് കൊണ്ടുപോയിട്ട് അതിനൊന്ന് മറച്ച് അതിനെ പൊതിഞ്ഞൊക്കെ വെക്കാനാ. കർത്താവ് അവനെ നോക്കി സ്നേഹിച്ചിട്ട് പറയുകയാണ്, മോനെ നിനക്കൊരു കുറവുണ്ടെന്ന്. അപ്പൊ കർത്താവിന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ കുറവിനെ മറയ്ക്കുന്നതല്ല, കുറവ് ചൂണ്ടിക്കാണിക്കുന്നതാ കർത്താവിന്റെ സ്നേഹം. കർത്താവ് അവനെ സ്നേഹിച്ചു. ദൈവങ്ങൾക്ക് അത് കാര്യം മനസ്സിലാകുന്നുണ്ടോ? അവന്റെ പണമല്ല, കർത്താവിന് അവന്റെ പണമല്ല അവിടെ വിഷയം. അവനെ നോക്കി കർത്താവ് സ്നേഹിച്ചിട്ട് പോലെ നിനക്കൊരു കുറവുണ്ട്, ഒരു കുറവ് നിനക്കുണ്ട്. നീ പോയി നിനക്കുള്ളതെല്ലാം വിട്ട് ദരിദ്രർക്ക് കൊടുക്കുക. നിനക്ക് നിത്യജീവനല്ലേ വേണ്ടേ? അതെല്ലാം കൊടുത്തിട്ട്
എന്നാൽ നിനക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. സത്യമല്ലേ പറഞ്ഞത്? എന്ത് കൃത്യമായിരിക്കുന്ന സത്യമാണ് ഈ കർത്താവ് ഈ മനുഷ്യനോട്, ഈ യൗവനക്കാരനോട് പറയുന്നത്. എന്നാൽ 22-ാമത്തെ വാക്യം നോക്കിക്കേ. അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. എന്താ കാരണം? പണക്കൊതി. പണക്കൊതി. ഇതിന്റെ മറുവശം ഞാൻ പറയാം. കർത്താവ് ഇവന്റെ പണത്തെ സ്നേഹിച്ച് ഇവന്റെ പണം വാങ്ങിച്ച് മിനിസ്ട്രിയിൽ യൂസ് ചെയ്തായിരുന്നെങ്കിൽ, കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ എങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചിന്തിക്കുക, കർത്താവ് അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ അങ്ങ് ചിന്തിക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ പണം പറ്റി മിനിസ്ട്രി നടക്കും, പക്ഷെ ഇവൻ നരകത്തിൽ പോകും. കർത്താവ് ചെയ്തത് കണ്ടോ? പണമല്ല വിഷയം, പണമല്ല മോനെ. നീ നരകത്തിൽ പോവരുത്. നീ ചിന്തിക്കുന്ന ഇതെല്ലാം നീ പ്രമാണിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ അനുഗ്രഹിച്ച സമ്പത്ത് ആയിക്കോട്ടെ. പക്ഷെ നിന്റെ ഹൃദയമുണ്ടല്ലോ, നിന്റെ മോഹമുണ്ടല്ലോ. 10 കൽപ്പനയിലെ 10ാമത്തെ കൽപ്പന നീ തെറ്റിച്ചു, 1ാമത്തെ കൽപ്പനയെ നീ തെറ്റിച്ചു. സ്തോത്രം. ഐ ആം ദ ലോർഡ് ഗോഡ്, അതാണ് 1ാമത്തെ കൽപ്പന. എന്റെ അർത്ഥം എന്താ അറിയാമോ? ഞാൻ മതി നിനക്ക്. നീ എന്നിൽ സംതൃപ്തനാകുക. യു ബി കണ്ടന്റ് വിത്ത് മീ. ഐ ആം ദ ലോർഡ് ഗോഡ്. അതാണ് ആദ്യത്തെ കൽപ്പന. അവസാനത്തെ കൽപ്പന എന്തോ? മോഹിക്കരുത്. ഇത് രണ്ടും തെറ്റിച്ചു. അവന്റെ സംതൃപ്തി അവന്റെ സമ്പത്താണ്, അവന്റെ മോഹം അവന്റെ സമ്പത്താണ്. അതുകൊണ്ട് യേശു പറഞ്ഞ വചനം കേട്ടിട്ട് എന്ത് ചെയ്തെന്നാ? അവന് അത് കേട്ടിട്ട് വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. He went away. നിത്യജീവന്റെ ഏറ്റവും അടുക്കൽ വന്നിട്ടും പണം അവനെ നിത്യജീവൻ കൊടുത്തില്ല. പണത്തിന് അവനെ നിത്യജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. പണത്തിന്റെ വഞ്ചന അവനെ നിത്യജീവനിലേക്ക് കൊണ്ടുപോയില്ല എന്നുള്ള ഒരു ഗൗരവമുള്ള വിഷയം ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കണം. ഇത് വളരെ സീരിയസ് ആണ്. നമുക്ക് തോന്നും പണക്കൊതി ഇല്ലായിരിക്കുമെന്ന്. എന്നാൽ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. ഇവൻ ബാല്യം മുതലേ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നവനല്ലേ? കറക്റ്റ് കാര്യമല്ലേ അന്വേഷിച്ചു വന്നത്? കറക്റ്റ് ആളുടെ അടുക്കലല്ലേ വന്നത്? എന്നിട്ട് പോലും നിത്യജീവൻ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മാമോൻ എന്ന് പറയുന്നത് പണം മാത്രമല്ല. കാരണം ഈ താഴോട്ട് വരുമ്പോൾ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. Mark chapter 10 verse 28 onwards. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. അതിന് യേശു മതി. പത്രോസ് പറയാനേ, ഈ ചില ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കന്മാര് കളിക്കുന്ന ചില സ്റ്റുഡൻസ് ഉണ്ടല്ലോ, കൈവക്കിട്ട് പറഞ്ഞേ, കർത്താവെ ഞങ്ങളെ നോക്ക്, ഞങ്ങൾ അവനെ പോലല്ല, ഇപ്പൊ പോയവനെ പോലല്ല, ഞങ്ങള് സകലം വിട്ടിട്ടാണ് എന്ത് ചെയ്തത്? അങ്ങേ അനുഗമിക്കുന്നത്. സകലം വിട്ടു എന്ന് പറഞ്ഞെങ്കിലും 9-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം നോക്കിക്കേ. 9:34. അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് മിണ്ടാതിരുന്നു. സകലം വിട്ടോ? പത്രോസിന് തോന്നുവോ അല്ലെ വിട്ടെന്ന്? പക്ഷെ പത്രോസിന്റെ വേറൊരു മാമോൻ കിടപ്പുണ്ട്. എന്താ പറയാ മാമോൻ? ആരാ ഞങ്ങളിൽ വലിയവൻ? ഇതിന്റെ ആ ഡിസപ്ഷൻ മനസ്സിലായോ? അപ്പൊ ഒരാളെ നോക്കിയിട്ട് നമുക്ക് പറയാം, അയ്യോ ആ പുള്ളിയെ പോലെ ഒന്നുമല്ല, എന്തോ പണക്കൊതിയ. കർത്താവ് ഈ കാര്യം പറഞ്ഞപ്പോ അതൊന്നും വിടാതെ വരാൻ പറ്റില്ല. പക്ഷെ എന്നെ കണ്ടോ, ഞാൻ അതൊക്കെ ഉടനെ അനുസരിച്ച ആളാ. ഇത് പറയുന്ന പത്രോസിന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? ഞാനാ യോഹന്നാനേക്കാൾ വലിയവൻ, ഞാനാണ് യാക്കോബിനേക്കാൾ വലിയവൻ. ഇനി 10-ാം അധ്യായം അതിന്റെ 37-ാമത്തെ വാക്യം. Verse 36.
ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. മാമോനെ കണ്ടോ? അപ്പം ഈ ഇവിടാന്ന് തോന്നുന്നു ഈ വാക്യം നമ്മള് വേറെ സുവിശേഷങ്ങളിലുണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. 41-ാമത്തെ വാക്യം നോക്കിക്കോ. ഇത് ഇടത്തും വലത്തും യാക്കോബ് യോഹന്നാൻ ഇരിക്കുന്നു പറഞ്ഞപ്പോ 10 പേരുടെ ഹൃദയം നോക്കിക്കോ. 41-ാമത്തെ വാക്യം. അതിശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു തുടങ്ങി. അപ്പൊ അവരുടെ മനസ്സിൽ എന്തുവായിരുന്നു? എല്ലാവരുടെയും മനസ്സിൽ. പക്ഷെ അവര് പറയുന്നത് ഞങ്ങൾ ഇപ്പൊ പോയവരെ പോലെ അല്ല. കാര്യം ഡിസപ്ഷൻ മനസ്സിലായോ? അത്രയ്ക്കും നാം സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് തോന്നും നമ്മൾ ഇതെല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം തട്ടട്ടെ. ഒരു വിഷയത്തിൽ നമ്മൾ ഓക്കെ ആയിരിക്കും, പക്ഷെ മറ്റേ വിഷയത്തിൽ അത് നമുക്ക് ബ്ലൈൻഡായി കാണത്തില്ലായിരിക്കും. അത് ദൈവത്തിന്റെ വചനം ഒന്ന് തട്ടി, ഹൃദയത്തെ തട്ടി ഒന്ന് കാണിക്കട്ടെ, ജീസസ് കാണിച്ചതുപോലെ. അപ്പൊ ഇവിടെ ജീസസിന്റെ മിനിസ്ട്രി നോക്കിക്കേ പ്രിയരെ. പണം കർത്താവ് യൂസ് ചെയ്തു. മിനിസ്ട്രിയിൽ ആവശ്യമുണ്ടോ പണം? തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം വേണോ? തീർച്ചയായിട്ടും വേണം. ഞാൻ എൻ്റെ സഭയിൽ എപ്പോഴും പറയുന്ന പോലെ, പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ പെട്രോൾ അടിച്ചതിന് ശേഷം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പൊക്കോളൂ എന്ന് പറയും. ഇല്ല, അവിടെ പൈസ കൊടുക്കണം. അപ്പം ദൈവദാസന്മാർക്ക് പെട്രോൾ അടിക്കാൻ പൈസ കൊടുക്കണം. അപ്പം ആവശ്യമുണ്ട്, പണം ആവശ്യമുണ്ട്, സാമ്പത്തികം ആവശ്യമുണ്ട്. എന്നാൽ സാമ്പത്തികത്തിലല്ല നമ്മളെ ആശ്രയിരിക്കുന്നത്. സമ്പത്തില്ല എങ്കിൽ നടക്കത്തില്ല എന്നുമില്ല. ഗോഡ് വിൽ പ്രൊവൈഡ് സൂപ്പർ നാച്ചുറലി. ഗോഡ് വിൽ പ്രൊവൈഡ് ഫോർ മീ. കർത്താവ് എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും. കർത്താവ് വിളിച്ചെങ്കിൽ, കർത്താവ് വേലയ്ക്ക് വിളിച്ചെങ്കിൽ, അല്ല കർത്താവ് ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ വിളിച്ചെങ്കിൽ, എവറിത്തിങ് വാട്ട് ഐ നീഡ് ഗോഡ് വിൽ പ്രൊവൈഡ്. അതിന് എനിക്ക് ഒരു പ്രഹസനമോ എനിക്ക് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നോ, നത്തിങ് ഐ ഷുഡ് ഡു. ഗോഡ് വിൽ പ്രൊവൈഡ് ഫോർ മീ. ഇത് പൂർണ്ണമായി ഇന്ന് പകൽക്കാലം നാം വിശ്വസിക്കണം. ഗോഡ് വിൽ പ്രൊവൈഡ്. അത് മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ വായിച്ച വാക്യം 6-ാം അധ്യായം അതിന്റെ 24 കഴിഞ്ഞിട്ട് 25 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങളിൽ അത് തന്നെ പറയുന്നത്. വാട്ട് ഫോർ ദിസ് റീസൺ ഐ സേ ടു യു, ഡു നോട്ട് ബി വറീഡ് അബൌട്ട് യുവർ ലൈഫ്. ജീവിതത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ച് യു ഷുഡ് നോട്ട് ബി വറീഡ്. സ്തോത്രം. ലുക്ക് അറ്റ് ദ ബേർഡ്സ്. പറവകളെ നോക്കുക. എന്നിട്ട് അടുത്തത് അതിന്റെ 29-ാമത്തെ വാക്യം, 28-ാമത്തെ വാക്യം, കൺസിഡർ ദ ലില്ലീസ്, ഒബ്സർവ് ഹൗ ദ ലില്ലീസ്. എന്നിട്ട് 29-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈവൻ സോളമൻ ഇൻ ഓൾ ഹിസ് ഗ്ലോറി ക്ലോത്ത് ഹിംസെൽഫ് ലൈക്ക് വൺ ഓഫ് ദിസ്. ഈവൻ നോട്ട് ഈവൻ സോളമൻ ഇൻ ഓൾ ഹിസ് ഗ്ലോറി ക്ലോത്ത് ഹിംസെൽഫ് ലൈക്ക് വൺ ഓഫ് ദിസ്. ശലോമൻ തന്റെ ആ പൂർണ്ണ മഹത്വത്തിൽ പോലും ഈ ലില്ലിപുഷ്പം പോലുള്ള സൗന്ദര്യം പുള്ളിക്ക് ധരിക്കാൻ കഴിഞ്ഞില്ല. But if God so clothes the grass of the field, which is alive today and tomorrow is thrown into furnace, will he not much more clothe you? Do not worry. പിന്നെ എന്താ ചെയ്യേണ്ടത്? 33-ാമത്തെ വാക്യം, but seek first his kingdom and his righteousness. പണമല്ല ഇവിടെ, പണമല്ല, സാമ്പത്തികമല്ല. Seek his kingdom and his righteousness and all these things shall be added. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്, ഉണ്മാനുള്ളത്, ധരിക്കാനുള്ളത്, കുടിപ്പാനുള്ളത്, he will provide. He has promised that he will provide. സ്തോത്രം. ഇനി ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് ഈ സാമ്പത്തികം എന്നുള്ള വിഷയത്തിൽ നമുക്ക് ഒരു ധാരണ ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 13 തൊട്ടുള്ള വാക്യം. ലൂക്ക് ചാപ്റ്റർ 12 വേഴ്സസ് 13 onwards. പുരുഷാരത്തിൽ ഒരുത്തൻ അവനോട്, ഗുരോ, ഞാനുമായി അവകാശം പകുതി ചെയ്യുവാൻ എന്റെ സഹോദരനോട് കൽപ്പിച്ചാലു എന്ന് പറഞ്ഞു. അവനോടവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു.
പിന്നെ അവരോട് കർത്താവിനോട് പറഞ്ഞ ഒരു റിക്വസ്റ്റ് കർത്താവ് ചെയ്തില്ല. സഹോദരന്മാർ തമ്മിൽ ഒരു വാക്ക് തർക്കം, ഒരു പ്രോപ്പർട്ടി വിഷയമാണ്. അപ്പൊ ഒരാൾ വന്നിട്ട് പറയുകയാണ്, ഗുരു, അങ്ങ് ഞങ്ങളുടെ ഇടയ്ക്ക് വന്നിട്ട് ഈ പ്രോപ്പർട്ടി വിഷയം, ഞാൻ അതിനെ പാരഫ്രൈസ് ചെയ്ത് പറയണം, ഞങ്ങളുടെ പ്രോപ്പർട്ടി വിഷയം അങ്ങൊന്ന് കൈകാര്യം ചെയ്യണം. അപ്പൊ നമുക്ക് ഒറ്റ വാക്കിൽ അത് വായിക്കുമ്പോൾ തോന്നും അത് പുള്ളിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മനസ്സുകൊണ്ട് കർത്താവ് പോകാതിരുന്നത് മോശമായി പോയില്ലേ. പക്ഷെ കർത്താവ് നോക്കിക്ക് എങ്ങനെ വിവേചിച്ചെന്ന് ആ മനുഷ്യനെ. കർത്താവ് എന്തോ പറഞ്ഞു നോക്കിക്ക് അടുത്ത വാക്യം. പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. ഒരുത്തന് സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവീൻ. എന്താ ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് അറിയാം? ഇവൻ ഈ സഹോദരന് എന്തൊരു നന്മ കിട്ടണമെന്നോ കൊണ്ട് ഉദ്ദേശത്തിലല്ല വന്നത്. ഇവന്റെ 1 സെന്റ് ഭൂമി പോവരുത്, സഹോദരൻ 1 സെന്റ് ഭൂമി കൂടുതൽ കിട്ടുവരുത്, അതാ ഉദ്ദേശം. ഇവന്റെ പോവരുത്, സഹോദരന് കൂടുതൽ കിട്ടുകയും ചെയ്തു. എന്നാൽ ഒരു നിമിഷം വെച്ച് ചിന്തിക്കുക, എന്റെ 1 സെന്റ് പോയാലും പോട്ടെ, സഹോദരനല്ലേ, അവന് 1 കൂടുതൽ കിട്ടിയാൽ അല്ലെങ്കിൽ 5 കൂടുതൽ കിട്ടിയാൽ നോ പ്രോബ്ലം എന്ന് ചിന്തിച്ചാൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഈ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, സഹോദരന്റെ ഈ ഞങ്ങളുടെ തമ്മിലുള്ള വിഷയം അങ്ങ് ഒന്നൊന്ന് പരിഹരിക്കണം. അപ്പൊ കർത്താവ് നോക്കിയിട്ട് പറയുക, ഇതിന്റെ റൂട്ട് പ്രോബ്ലം എന്തെന്നറിയാമോ? 1 സെന്റോ 2 സെന്റോ അല്ല, ദ്രവ്യാഗ്രഹം, ദ ലവ് ഓഫ് മാമോൻ, കൂടുതൽ വേണമെന്നുള്ള. പക്ഷെ ഈ പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ പുള്ളി ആരാധിക്കുന്നുണ്ട്, അന്യഭാഷയും പറയുന്നുണ്ട്. സ്തോത്രം. ചിന്തിച്ചു നോക്കിക്കേ. പക്ഷെ എന്തുവാ ഉള്ളി കിടക്കുന്നത്? ദ്രവ്യാഗ്രഹം. കർത്താവ് ഈ മനുഷ്യനെ നോക്കിയിട്ട് പറയാം, നിന്റെ ദ്രവ്യാഗ്രഹം മാറണം. എന്നിട്ട് മുമ്പോട്ട് ഒരു ഉപമ അവിടെ കർത്താവ് പറയുന്നുണ്ട്. ഞാൻ അവിടേക്ക് പോകുന്നില്ല, കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ജീസസിന്റെ മിനിസ്ട്രിയില് ജീസസ് സ്പോക്ക് അബൌട്ട് മണി ആൻഡ് മാമൻ, ഈ മാമോനെ കുറിച്ചും മണിയെ കുറിച്ചും ദ്രവ്യാഗ്രഹത്തെ കുറിച്ചും ദ ലവ് ഓഫ് മണിയെ കുറിച്ചും വളരെ ഗൗരവമായി സംസാരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മളെ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ജീസസിന്റെ കൂടെ 3.5 കൊല്ലം നടന്ന് ശുശ്രൂഷയും ചെയ്ത് അത്ഭുതം നടത്തിയ ഒരുത്തനെ അവസാനം കയറി മരിക്കാൻ കാരണം പണക്കൊതിയായിരുന്നു. ഇറ്റ് വാസ് ദ ലവ് ഓഫ് മണി. പ്രസംഗം എല്ലാം കേട്ടു, എല്ലാ അത്ഭുതവും നടന്നു, പക്ഷെ ലവ് ഓഫ് മണി കൊണ്ടുപോയത് എങ്ങോട്ടാന്ന് നോക്കിക്കേ. അപ്പൊ നമ്മളിപ്പോ ജീസസിന്റെ മിനിസ്ട്രി കണ്ടല്ലോ. ജീസസ് എങ്ങനെയാ മണി? ജീസസ് ഏതെങ്കിലും QR കോഡ് എഴുതുമായിരുന്നു, മീറ്റിംഗ് ഇപ്പൊ കഴിഞ്ഞു, എന്നാൽ ഞങ്ങളുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇങ്ങോട്ട് അയച്ചിടണം എന്ന് എന്തെങ്കിലും കർത്താവ് പറയായിരുന്നു. ചിലരൊക്കെ ഭയങ്കര വിദഗ്ധന്മാരായി, എനിക്കിത് മനസ്സിലാവത്തില്ല. ഇവര് പറയുന്നത് ഗ്ലോറി വന്നാൽ എല്ലാം വരും, എന്നാൽ മീറ്റിംഗിന്റെ അവസാനം QR കോഡ് എഴുതും. അപ്പൊ ഗ്ലോറി എല്ലാം വന്നെങ്കിൽ ഇത് വന്നില്ലല്ലേ? ഗ്ലോറി വന്നപ്പോ എല്ലാം വരും, അവിടെ പിന്നെ ധനം വരും, എല്ലാം വരും. പക്ഷെ അവസാനം QR കോഡ് ഇട്ട് ആൾക്കാരോട് പൈസയും ചോദിക്കും. സ്തോത്രം. ഇപ്പൊ ഇങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ നാം വളരെ വിവേചിക്കണം. എങ്ങനെ? ജീസസിന്റെ മിനിസ്ട്രിയുമായിട്ട്. ഞങ്ങളുടെ പാസ്റ്റർ പണക്കാരോട് എങ്ങനെ, ഹൗ ഈസ് ഡീലിംഗ് വിത്ത് ദ റിച്ച് പീപ്പിൾ? അല്ല, പണമുള്ളത് തെറ്റൊന്നുമില്ല കേട്ടോ, സമ്പത്തുള്ളത് തെറ്റൊന്നുമല്ല. സമ്പത്തിൽ വെക്കുന്ന ആശ്രയം, സമ്പത്തിൽ വെക്കുന്ന ആ ഉറപ്പ്, സമ്പത്തിൽ വെക്കുന്ന ആ സ്നേഹം, ദൈവം എന്ന യജമാനനെ നിരസിക്കുന്ന അത് പാപമാണ്. നമ്മുടെ ഇടയിൽ വേറൊരു ധാരണയുണ്ട്, പണം ഇല്ലാതിരിക്കുന്നതാണ് ആത്മീയമെന്ന്. അതുമല്ല, പണം ഇല്ലാത്തവന്റെ ഉള്ളിലും പണം വേണമെന്നുള്ള കൊതിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് തെരുവിൽ കിടക്കുന്ന ഒരു ഭിക്ഷക്കാരന്റെ ഉള്ളിലും പണക്കൊതി ഉണ്ടാകാം, പണമില്ലാത്തവന്റെ കയ്യിലും ഉണ്ടാകാം, പണമുള്ളവന്റെ കയ്യിൽ അല്പം കൂടെ വേണമെന്നുണ്ടാകാം. ജീസസ് എങ്ങനെയാണ് ഡീൽ ചെയ്തത്? ആ യവനക്കാരൻ വന്നപ്പോ ജീസസ് അവന്റെ പണത്തെയാണോ സ്നേഹിച്ചത്, അവനെയാണോ സ്നേഹിച്ചത്? ഇങ്ങനെ വെച്ച്
ശുശ്രൂഷകളെ നോക്കണം, ഇങ്ങനെ വെച്ച് ശുശ്രൂഷകന്മാരെ നോക്കണം. എന്താണ് ഈ ദൈവദാസൻ സ്നേഹിക്കുന്നത്? പണത്തെയാണോ? ആ വ്യക്തിയാണോ? ആ വ്യക്തിയാണെങ്കിൽ സത്യം പറയും. ആ വ്യക്തി അല്ലെങ്കിൽ അതിനെ മറച്ച് വെച്ച് പണം തട്ടിയെടുക്കാൻ നോക്കും. ഓക്കെ, ഞാനിവിടെ നിർത്തുക പ്രിയ. ദൈവം അനുവദിച്ചാല് 1 യോഹന്നാൻ 4:4-6 വരെയുള്ള വാക്കിൽ പിന്നെ വേറൊരു ദിവസം നമുക്കത് ധ്യാനിക്കാം. ദൈവത്തിലുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? ദൈവത്തിൽ നിന്നുള്ളവരെ എങ്ങനെ തിരിച്ചറിയാം? നമ്മളിവിടെ കണ്ടത് കർത്താവിന്റെ ശുശ്രൂഷയെ, കർത്താവിന്റെ ജീവിതം ഞാൻ അല്പമായി ഒന്ന് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു. തന്നെത്താൻ ത്യജിച്ച, ക്രൂശെടുത്ത് ആ ക്രൂശിന്റെ മരണത്തോളം അനുസരണമുള്ളവനായി ജീവിച്ച 33.5 years കംപ്ലീറ്റ്ലി പ്ലീസിങ് ഗോഡ്. ഈ ജീസസിന്റെ ലൈഫിനെയാണ് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ, ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് രൂപാന്തരപ്പെടാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പുതിയ നിയമത്തിലെ ധനം എന്ന് പറയുന്നത് എനിക്ക് എത്ര പൈസ കിട്ടിയെന്നല്ല. പുതിയ നിയമത്തിലെ ധനം എനിക്ക് എത്ര യേശുവിനെ കിട്ടി, ഞാൻ എത്ര യേശുവിനെ പോലെയായി. ദാറ്റ് ഈസ് ദ ട്രൂ പ്രോസ്പെറിറ്റി. സ്തോത്രം. കർത്താവിന്റെ മിനിസ്ട്രി, കർത്താവിന്റെ ജീവിതം നമുക്ക് വെച്ച് നോക്കണം. എല്ലാവരെയും, നമ്മുടെ ജീവിതത്തെയും, എല്ലാവരും മാത്രമല്ല, നമ്മുടെ ജീവിതത്തെയും കർത്താവിന്റെ മിനിസ്ട്രിയും കർത്താവിന്റെ ജീവിതമായിട്ട് ശോധന ചെയ്ത് ജീവിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ പ്രിയരെ. ഇത് നമ്മളെ കൊണ്ട് ഒക്കത്തില്ല, ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അഥവാ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഇതുവരെ കഴിഞ്ഞെങ്കിൽ ഇറ്റ് ഇസ് ട്രൂലി ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കൃപ ഒരു നിമിഷം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നീക്കിയാൽ വി വിൽ ബി ദ മോസ്റ്റ് wretched പീപ്പിൾ. നാം ലോകത്തിലെ ഏറ്റവും വലിയ അരിഷ്ട മനുഷ്യരാകും. ഇറ്റ് ഇസ് പ്യൂർലി ബൈ ഗോഡ്സ് ഗ്രേസ്. കർത്താവെ, പണക്കൊതി എനിക്കും വരാം, പക്ഷെ വരാതിരുന്നത് എന്റെ പ്രാർത്ഥന, എന്റെ വിശുദ്ധിയുടെ കൂടുതലല്ല, അവിടുത്തെ കൃപയാണ് കർത്താവെ. സ്തോത്രം. ഞാനും പലപ്പോഴും ചിന്തിച്ച് ദൈവസന്നിധിയിൽ കരയാറുണ്ട്. കർത്താവെ, ഇന്ന് കാണുന്ന അനേക ഈ ന്യൂജൻ കാണുന്ന പയ്യന്മാരെ പോലെ, ചെറുക്കന്മാരെ പോലെ, ഈ പ്രസംഗിക്കുന്ന വ്യക്തികളെ പോലെ, യൗവനക്കാരെ പോലെ എനിക്കും അങ്ങനെയുള്ള സ്റ്റേഡിയത്തിൽ കയറി, അങ്ങനെ സ്റ്റേജിൽ കയറി, അങ്ങനെ ഞാനും ആകേണ്ടതായിരുന്നു. എന്നാൽ ഇറ്റ് ഇസ് പ്യൂർലി ബൈ ഗോഡ്സ് ഗ്രേസ് എന്റെ കണ്ണിനെ അവിടെ തുറന്നത്. അല്ലാതെ എനിക്ക് വചനം പഠിപ്പിച്ചു തന്ന ദൈവദാസന്റെയോ എന്റെയോ എന്റെ മാതാപിതാക്കളുടെയോ പ്രാർത്ഥനയല്ല കേട്ടോ. ഇറ്റ് ഇസ് പ്യൂർലി ബൈ ഗോഡ്സ് ഗ്രേസ്. ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നെങ്കിൽ ഇറ്റ് ഇസ് പ്യൂർലി ബൈ ഗോഡ്സ് ഗ്രേസ്. ആ കൃപയിൽ ഇന്നും, ആ കൃപയിൽ നാളെയും, ആ കൃപയിൽ വരുന്ന ദിവസങ്ങളിൽ നിൽക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഒരിക്കലും പണത്തെക്കുറിച്ചോ അല്ല, മാമോൻ, എനിത്തിങ് ദാറ്റ് ഇസ് പൊസഷൻ, അതിലൊന്നിനെ ഞാൻ സ്നേഹിക്കുവാൻ എന്നെ ഇടയാക്കല്ലേ കർത്താവേ. ഐ വാണ്ട് ടു സെർവ് യു, ഐ വാണ്ട് ടു ലവ് യു, ഐ വാണ്ട് ടു വർഷിപ്പ് യു, ഐ വാണ്ട് ടു മിനിസ്റ്റർ യുവർ പീപ്പിൾ, ഐ വാണ്ട് ടു ലവ് പീപ്പിൾ ആൻഡ് യൂസ് തിങ്സ്. എനിക്ക് അവിടുന്ന് നൽകുന്ന കാര്യങ്ങളെ യൂസ് ചെയ്യാനും അവിടുന്ന് തരുന്ന ജനത്തെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.